അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക. ചെറുപ്പത്തിൽ തോമ നിർമ്മിച്ച എന്ത് ഉപകരണമാണ് കടുവാമാഷ് അടുപ്പിൽ എറിഞ്ഞ് കത്തിക്കുന്നത്? എ. മണിയടിക്കുന്ന യന്ത്രം, ബി. സോപ്പ് പെട്ടി റേഡിയോ, സി. ചലിക്കുന്ന മനുഷ്യൻ. ഇത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സോപ്പ് പെട്ടി റേഡിയോ ആണോ എന്നൊരു സംശയം. ഊട്ടിക്ക് ഊട്ടി. എനിക്ക് ഒരാളെ തെറ്റിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ആരെയും തെറ്റിച്ചില്ലല്ലോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഒരാളെ തെറ്റിച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ആ തുളസി ചേട്ടനെ ഞാൻ തെറ്റിച്ച് ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അങ്ങനെ ഒരു സ്വഭാവം. ബി. സോപ്പ് പെട്ടി റേഡിയോ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഓക്കെ. ഇനി ചേട്ടന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, ചെറിയ കുറച്ച് ലെങ്ത് കുറച്ച് പറയാൻ പറ്റും. ഇനി ചേട്ടന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. മറക്കാൻ പറ്റാത്ത സംഭവം അഭിനയ രംഗത്ത് തന്നെ ഒരുപാട് മറക്കാൻ പറ്റാത്ത സംഭവം ഏതെങ്കിലും ഒന്ന്. ഒരിക്കലും ഞാനൊരു മന്ത്രവാദിയുടെ വേഷം അഭിനയിപ്പിച്ചു. ഒരു പാമ്പിനെ വിഷം ഇറക്കുന്ന സംഭവമാണ്. പാമ്പിനെ വരുത്തിച്ച് ഒരു നമ്പൂരിയെ കൊല്ലിക്കുന്ന ഞാനാ. അവസാനം എന്നേക്കാൾ വലിയ മാന്ത്രികം വന്ന് അതിന് വിഷം ഇറക്കും. ഈ പാമ്പിനെ വരുത്തിച്ച് വിഷം ഇറക്കും. ഞാനിങ്ങനെ നിൽക്കുമ്പോഴേ ഈ പാമ്പിനെ മറ്റേ നമ്പൂരി വന്ന് പാമ്പിനെ വരുത്തും. അപ്പൊ അന്ന് പാമ്പിനെ വരുത്തിയ പാമ്പ് കൊണ്ടുവന്ന പാമ്പ് ചത്തുപോയി. ട്രെയിൻ ചെയ്ത പാമ്പ് ചത്തുപോയി. മെറിലാൻഡ് സ്റ്റുഡിയോ വെച്ചാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു പാമ്പാട്ടി വന്ന് അവിടെ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചു. നമ്മളറിയുന്നില്ല. പാമ്പിനെ പിടിച്ച് പാമ്പിന്റെ വാ മൂടി കെട്ടി എന്നിട്ട് പാമ്പിനെ ഷോട്ടിൽ വിട്ട്. പാമ്പിന് വേദന, അതിന് വല്ല ഷോട്ട് വല്ലതും അറിയും. മറ്റേനെ ട്രെയിൻ ചെയ്തു. ഈ പാമ്പ് ഞാനിങ്ങനെ നിൽക്കുകയാണ്, മുഖത്ത് ഞാൻ ഇറക്കുന്നതെന്ന് കാണട്ടെ എന്നുള്ള ഭാവം കൊടുക്കണം. ഈ പാമ്പിങ്ങനെ ഇഴഞ്ഞ് എൻ്റെ ഒരുപാട് ഷോട്ട് എടുത്തതിന് ശേഷം അവസാനം പാമ്പിങ്ങനെ ഇഴഞ്ഞ് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സ്വന്തം ഞാൻ ഭയന്ന് വിറയ്ക്കുക. സത്യം പറയാൻ ഞാൻ മൂത്രം ഒഴിച്ചു. അത്ര ഭയന്ന്, തമാശ, അത്ര മൂത്രം ഒഴിച്ചു. പക്ഷേ അന്നേരം മുഖത്ത് നടൻ്റെ ചില ഗതികേടുകൾ, ഭാവം മാറ്റാൻ പാടില്ല. ഇയാളെ എന്നാ അവൻ കടിക്കുന്നതെന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ കൂടെ നിൽക്കണം. യവനിങ്ങനെ വരുന്നു. യവൻ പാമ്പൻ്റെ അടുത്ത് വന്നു എൻ്റെ കാലയിലോട്ടൊന്ന് നിന്നതിന് ശേഷം എൻ്റെ മൂത്രത്തിൻ്റെ നാറ്റം കൊണ്ടാണോ മണം കൊണ്ടാണോ എന്നറിയില്ല, പാമ്പ് അതിലൂടെ അങ്ങ് പോയി. ആ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ എൻ്റെ ഹൃദയം ഇങ്ങനെ പിടക്കിയായിരുന്നു. അപ്പം അവർക്കറിയാം, ചേട്ടാ പേടിക്കാനൊന്നും വേണ്ട, അതിന് പാമ്പ്. ഞാൻ എന്നാലും പാമ്പല്ലൂടെ, ഈ വായി മൂട്ടി കെട്ടിയാലും പാമ്പല്ലേ. അവന്റെ കഷ്ടകാലത്തിന് അങ്ങ് ഊരിപ്പോയി കഴിഞ്ഞാൽ കൊത്തി. അപ്പൊ അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അഭിനയ ജീവിതത്തില്. പിന്നെ അത്തരം ഒത്തിരി മാത്രമല്ല, ചേട്ടൻ ജീവിതത്തിൽ ഇങ്ങനെ നിന്ന് പെടുത്ത് കാണത്തില്ലല്ലോ. അങ്ങനെ പരസ്യമായിട്ട് നിന്ന് പെടുത്തല്ല, ഒഴുകുന്നേ കണ്ടുള്ളൂ. അല്ല, റോഡ് സൈഡിൽ നിന്ന് പെടുക്കും, അതല്ല ഈ ഷൂട്ടിങ്ങിന് ഷോട്ടിനിടെ പെടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്തെല്ലാം അല്ലേ ചേട്ടാ, നമ്മുടെ ഓരോ ജീവിതത്തെ എന്തെല്ലാം കാണിച്ചാലാണ് നമുക്ക് ആ പാമ്പിന്റെ ഒരു പാമ്പ്. അപ്പൊ അതിന് മൂത്രം പിന്നെ നാറ്റം ഉണ്ടേ പാമ്പ് വരത്തില്ലെന്ന്. കറക്റ്റ്. ഇനി തൊട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കിയോ, പാമ്പ് അടുത്തോട്ട് വരികയാണെങ്കിൽ നിന്നങ്ങ് പെടുത്തു കൊടുത്താൽ മതി. കാരണം പാമ്പ് ആ നല്ല മൂത്രം മദ്യപിച്ചിട്ടുള്ള മൂത്രമാണെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. അങ്ങനെയുണ്ട്. ബി. സോപ്പ് പെട്ടി റേഡിയോ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത സെക്ടറിലോട്ട് കയറുകയാണ്. രാജമാണിക്യം. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഓപ്ഷൻ ഇല്ല. ABC ഇല്ല, ഒന്നുമില്ല. 10 സെക്കൻഡേ ഉള്ളു പറയാൻ. അത് വീഡിയോ വാളിൽ 10, 9, 8 എന്ന് വന്നോണ്ടിരിക്കും. റെഡിയാണോ? ഒരു ക്ലൂ ഇതിനൊന്നുമില്ല. ഇപ്പം ചേട്ടൻ 18,000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിനും കൂടെ പറഞ്ഞാൽ 20,000 രൂപ തികച്ച് അങ്ങ് എത്തിട്ടു. റെഡിയല്ലേ? മൂത്രമൊഴിക്കാൻ പോകണ്ട. പാമ്പാന്ന് മുമ്പിരിക്കും. അതല്ല, ഒരു അവസാനത്തെ ചോദ്യമാണ്. പിന്നെ നമുക്ക് പോയാലും കുഴപ്പമില്ല. എന്നാലും റെഡി. പക്ഷെ ഒരുമാതിരി വലയ്ക്കുന്ന ചോദ്യം ചോദിക്കരുത്. ഇല്ല, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഓപ്ഷൻ ഇല്ലാത്ത കാരണം. ചോദ്യം ഇതാ.
ഈ സിനിമയിൽ കുഞ്ഞു മുഹമ്മദ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച നടൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10 9 8 7 6 5 4 മണിയമ്പുള്ള രാജു. 2 1. തെറ്റുണ്ട്. അല്ല. അയ്യോ ഒരു പാവപ്പെട്ടവനോട് ഇങ്ങനെ ക്രൂരത കാണിക്കരുത്, അല്ലയോ? അദ്ദേഹം ഒരു വലിയ പുലിയാണ് കേട്ടാ. പുലി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 20,000 rupees. Okay, very good.